ഒരു മനുഷ്യൻ്റെ ചിന്തകൾ നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാവുക എന്നുള്ളത് നല്ലൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത് നല്ലൊരു ജീവിത രീതിയാണ്. തലച്ചോറ് എന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ചിന്തകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഏത് കാര്യത്തിനെ കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മളുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ നമ്മളെ ശാരീരിക ആരോഗ്യത്തിനെ ബാധിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ അത് നമുക്ക് പിന്നീട് ഉത്കണ്ഠ, വിഭ്രാന്തി, മാനസിക സമ്മർദ്ദം ഇതിലേക്കൊക്കെ നമ്മൾ നയിക്കും. അപ്പോൾ നമ്മൾ ആ ചിന്തകളായിട്ട് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ചിന്തകൾ ഇനി ആർക്കാണ് അമിതമായ ചിന്തകൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ പൊതുവേ കുറച്ച് പേടിയുള്ള ആളുകൾ. പേടി പറഞ്ഞാൽ എല്ലാ കാര്യത്തിനോടും കുറച്ചുകൂടി പേടിയോടുകൂടി ഇടപെടുന്ന, ആത്മവിശ്വാസം കുറച്ച് കുറവുള്ള ആളുകൾ, മനസ്സിലെപ്പോഴും ഒരു ആശങ്കയുള്ള ആളുകൾ, എന്തെങ്കിലും ഫോബിയകളൊക്കെ പൊതുവേ ഉള്ള ആളുകൾ, ഇപ്പം രക്തമൊക്കെ കണ്ടാൽ തല ചുറ്റുന്ന ആളുകൾ, സ്റ്റെപ്പ് കയറിയാലൊക്കെ പ്രശ്നമുള്ള ആളുകൾ, ഇടുങ്ങിയ റൂമുകളിലൊക്കെ വന്നാൽ പ്രശ്നമുള്ള ആളുകൾ, അങ്ങനെ യാത്ര ചെയ്യുമ്പം ഒക്കെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ, അതായത് പൊതുവെ മനസ്സ് നിയന്ത്രിക്കാൻ പറ്റാത്ത ആളുകൾ, മനസ്സിലിങ്ങനെ ഒരു പേടി, ഒരു ഭയം, ആവശ്യമില്ലാത്ത ഭയം എന്നറിയാം, ഏത് കാര്യത്തിനോടും കുറച്ചൊരു മുൻവിധിയോട് കൂടിയിട്ട് പെരുമാറുന്ന ആളുകളുണ്ടല്ലോ. നമ്മൾ ഏത് കാര്യത്തിനെ കുറിച്ചും കുറച്ചൊന്ന് ചിന്തിച്ചിട്ട്, ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ടായിരിക്കും ആ കാര്യം നടക്കാണ്ടാവുക, പക്ഷെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിട്ട് ബേജാറാവുന്ന ആളുകൾ, അവിടെ എത്തിയിട്ട് എന്താണ്, അവിടെ എത്തിയാൽ എങ്ങനെയാണ് മുന്നോട്ട് പോവുക, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ. അപ്പോൾ ഇങ്ങനത്തെ ആളുകളിൽ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യത്തിനെ കുറിച്ചും കൂടുതൽ ഒരു ആശങ്ക ഉണ്ടാകും, ഒരു കൂടുതലായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മളിതിനെ നിയന്ത്രിക്കാതെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ലൈഫിൻ്റെ ഒക്കെ ഇങ്ങനെ കുറച്ച് ഇടുങ്ങിയ ഭാഗങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടാവും, മാനസിക സമ്മർദ്ദം ഉണ്ടായി ഒരുതരം ഭയങ്കര വിഭ്രാന്തിയിലൊക്കെ ആവാനും ആങ്സൈറ്റിയിലൊക്കെ പോരാനും സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചിന്തകൾ കൂടുതലുള്ള ആളുകൾ, ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ എന്താവുമെന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ ഇപ്പം ഏത് കാര്യത്തിനെ കുറിച്ചും കുറേ മുന്നേ, നമുക്ക് വരാനുള്ള കാര്യത്തിനെ കുറിച്ച് തന്നെ കുറേ മുന്നേ ചിന്തിക്കുന്ന ആളുകൾ നമുക്ക് ലൈഫിൽ ഒരു താഴ്ചയുള്ള ഭാഗത്തുമ്പോൾ, നമ്മൾ കൂടുതൽ ഒരു ബുദ്ധിമുട്ടിൽ പെടുമ്പോൾ, അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ഒരു വിഷമഘട്ടം വരുമ്പം നമ്മൾ ചിന്തിച്ച് നമുക്ക് മാനസിക സമ്മർദ്ദം താങ്ങാതെ നമ്മൾ ആങ്സൈറ്റിയിലേക്കൊക്കെ പോകുന്ന അവസ്ഥ വളരെ ഉണ്ടാവും. പക്ഷേ നമുക്ക് വരുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി ചിന്തകളെ നിയന്ത്രിച്ച് നമ്മൾ അത് നമുക്ക് പറ്റിയ രീതിയിൽ മുന്നോട്ട്, അതായത് മനസ്സിനൊരു എക്സൈറ്റ്മെൻറ്റിൽ അതിനെപ്പറ്റി തന്നെ ചിന്തിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റിയാൽ നമുക്കതിനെ നേരിടാനും പറ്റും. ഈ ചിന്തകൾ വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട് വെച്ചാൽ നമുക്കതിനെ നേരിടാൻ കഴിയില്ല. ആ പ്രശ്നങ്ങളിൽ നമ്മൾ ചിന്തിച്ച് നിൽക്കുക എന്നല്ലാതെ നമ്മൾ ആ പ്രശ്നങ്ങളെ നേരിടാനുള്ള ശ്രമങ്ങൾ നടത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ച് നമ്മൾ വിഷമിക്കും. കാരണം നമ്മൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അതിനെ ഞാൻ നേരിടണം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ചിന്തകൾ നമ്മളെ മനസ്സിൽ നിന്ന് മാറുന്നത്.